ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആരാധനയിലൂടെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മഹത്വീകരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ആരാധനയിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടും ഞങ്ങൾ തിരുസന്നിധിയിൽ ശരണപ്പെടുന്നു. വചനം നൽകി ഞങ്ങളെ ശക്തീകരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അടിയനെയും ജനത്തെയും കാത്ത് വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ വ്യാപരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. അന്ധകാല ശക്തികളുടെ മേൽ ജയമെടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആ വലിയവനാകുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. പ്രത്യേകിച്ച് നാം ഒരു നോമ്പ് കാലഘട്ടത്തിലാണ് ഈ നാളുകളിൽ ആയിരിക്കുന്നത്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നിലനിർത്തുകയും ഒരു വിശ്വാസ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതയാത്ര നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ചിന്ത വിമോചിപ്പിക്കപ്പെടുന്ന സത്യ ആരാധന എന്നുള്ളതാണ്. ആരാധനകൾ നമ്മുടെ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ്. ആരാധിക്കുന്ന ക്രിസ്ത്യാനി ദൈവിക സാന്നിധ്യം രുചിച്ചറിയുകയും ദൈവസന്നിധിയിൽ തങ്ങളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആരാധനകളിലൂടെ ആത്മീയമായ ശക്തി പ്രാപിക്കുന്ന ജനം, ആരാധനയിലൂടെ വിടുതൽ പ്രാപിക്കുന്ന ജനം, ആരാധനയിലൂടെ രോഗസൗഖ്യങ്ങൾ അനുഭവിക്കുന്ന ദൈവജനം, ഇത്തരത്തിൽ ആരാധനകളുടെ ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കുകയും വിമോചനമേകുന്ന ആരാധന എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുകയാണ്. ആരാധിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ആരാധന സമൂഹമായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നാം ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൈവരുന്നതായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ആരാധനകളെ സജീവമായോ നിർജീവമായോ നിലനിർത്തുന്നത് ആരാധിക്കുവാനായി കടന്നു വരുന്ന ജനം തന്നെയാണ്. അപ്പോൾ ആരാധനകളെ സജീവമായ ആത്മീയ അനുഭവങ്ങളായി മാറ്റപ്പെടണമെങ്കിൽ നാം ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. അവിടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരുമ്പോൾ അവിടെ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നതും സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നതുമാണ് അതിൻ്റെ പശ്ചാത്തലം. സാറാഫുകൾ ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടേയിരുന്നു. അവർ ആർക്കുന്ന ശബ്ദം ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നതായ ഒരു അനുഭവമായി തീർന്നു. ആലയം പുക കൊണ്ട് നിറഞ്ഞു.
അവിടെ യെശയ്യാവ് തന്റെ കുറവുകളെ ദർശിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യെശയ്യാ പ്രവാചകൻ കണ്ട ഒരു ദർശനമാണ്. ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തെ ദർശിക്കുന്നു. ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് ആരാധകനായ യെശയ്യാവ് ദർശിക്കുകയാണ്. അതോടൊപ്പം സാറാഫുകൾ അവന് ചുറ്റും നിന്ന് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ആ ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത് ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ വരെ കുലുങ്ങി. അപ്പോൾ നമ്മുടെ ആരാധനകളിൽ ഇന്ന് നാം എപ്രകാരമുള്ള മനോഭാവത്തോടു കൂടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണം. അവിടെ ദൈവ തേജസ്സിനാൽ ആലയം നിറയപ്പെടുന്ന ഒരു അനുഭവമാണ്. ഈ സാഹചര്യത്തിൽ ആരാധിക്കുവാനായി കടന്നു വന്ന യെശയ്യാ പ്രവാചകൻ തൻ്റെ കുറവുകളെ ദർശിക്കുന്നു. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് തന്നെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇവിടെ യെശയ്യാ പ്രവാചകൻ കടന്നു വരികയാണ്. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും ഒരു കനൽ ഒരു കൊടിൽ കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് യെശയ്യാ പ്രവാചകന്റെ നാവിന്മേൽ തൊടുകയാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ശുദ്ധിയുള്ള അധരമുള്ള ഒരു വ്യക്തിയായി മാറ്റപ്പെടുന്നു. അതായത് വിമോചനത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് യെശയ്യാ പ്രവാചകൻ അവിടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വിമോചിപ്പിക്കപ്പെടുന്ന ആരാധന. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഈ ദൈവത്തെ ദർശിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ കഷ്ടതകളും നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ നിരാശകളുമാണ് ആരാധനകളിലൂടെ നാം ദർശിക്കുന്നത്. എന്നാൽ വാസ്തവമായി നാം ദൈവത്തെ ആരാധിക്കുന്നവരെങ്കിൽ നമുക്ക് ആരാധനയുടെ മധ്യത്തിൽ ആരാധ്യനായ ദൈവത്തെ ദർശിക്കുവാനായിട്ട് കഴിയണം. ആ ദൈവത്തെ നാം ദർശിക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. ഇന്ന് പലപ്പോഴും ആരാധനകളിൽ നമുക്ക് ഒരു ബോധ്യമില്ലാതിരിക്കുന്ന അനുഭവമാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ട്, എന്നാൽ നമ്മെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. എന്നാൽ യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചപ്പോൾ തൻ്റെ കുറവുകളെ കണ്ടെത്തുവാനും ആ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ ആ കുറവുകളിൽ നിന്ന് ഒരു വിമോചനം കണ്ടെത്തുവാനും സാധിച്ചു എന്നുള്ളതാണ്. നാം ഇന്ന് പാഠമായി വായിച്ച പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ വേദനയിലും കഷ്ടതയിലും ദൈവത്തോട് നിലവിളിച്ച് സത്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. നാം ഇന്ന് പാഠമായി വായിച്ച പുറപ്പാട് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ യഹോവയാകുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് ദൈവം അവിടെ പറയുകയാണ്. അപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനത, വേദനാജനകമായ ജീവിത അനുഭവങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു ജനത, ആ ജനതയുടെ കഷ്ടത കാണുകയും ആ ജനതയുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായി പാർക്കുന്നു. അതാകുന്നു വേദപുസ്തക പശ്ചാത്തലം. അവർ അനുഭവിക്കുന്ന കഷ്ടതകളിലും വേദനകളിലും ദൈവത്തോടുള്ള അവരുടെ നിലവിളി ഒരു സത്യ ആരാധനയിലേക്ക് അവരെ നയിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. BC 12-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽ പാർത്തിരുന്ന യാക്കോബിന്റെ മക്കളിൽ ചില ഭിന്നതകൾ കടന്നു വന്നു. ഈ ഭിന്നതകളുടെ പരിണിത ഫലമാണ് ഇസ്രായേൽ മിസ്രൈമിൽ അടിമകളായി പാർക്കേണ്ടി വരുന്നത്. അവിടെ ആദ്യം യോസഫ് എന്ന് പറയുന്ന യാക്കോബിന്റെ വാത്സല്യപുത്രൻ മിസ്രൈമിൽ അടിമയായി കടന്നു പോകുന്നു. അവരവിടെ ഏകദേശം 430 വർഷം പാർത്തു. ഒരു വ്യക്തി അടിമയായി കടന്നുപോയി 6 ലക്ഷം ജനമായി അവർ വർദ്ധിച്ചു. മിസ്രൈമിൽ ഫറവോന്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്നതായ ഈ 6 ലക്ഷം ജനം അവരുടെ കഷ്ടതകളിലും അവരുടെ നിരാശകളിലും വേദനകളിലും അവർ നിലവിളിച്ചു. ആ നിലവിളിയുടെ ഭാഗമായിട്ട്
ഒരു വിടുതലിന് വേണ്ടി അവർ നിരവധി ശ്രമങ്ങളൊക്കെ നടത്തി. എന്നാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായിരിക്കുന്ന മിസ്രൈമിന്റെ ഫറവോനിൽ നിന്നും ജയം പ്രാപിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് അവർ ദൈവത്തോട് നിലവിളിക്കുന്നത്. ആ നിലവിളി ദൈവം കേട്ടു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേൾക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതകളിൽ നിന്നും അവരെ വിടുവിക്കുവാനായി മോശയെ നിയോഗിച്ച് അയക്കുകയാണ്. ആ മോശ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി മിസ്രൈമിലെ ഫറവോനോട് പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ദൈവസന്നിധിയിൽ വിമോചനത്തിന് കാരണമായി തീരുകയാണ്. ഇപ്പോൾ വേദനാജനകമായ ജീവിത അനുഭവങ്ങളെ അഭിമുഖീകരിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് വിമോചനത്തിന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ജനം അടിമത്തം അനുഭവിച്ചുവോ ആ കാലഘട്ടങ്ങളിലെല്ലാം അടിമത്തം അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ വിമോചകനായി ദൈവം മുന്നിൽ നിന്ന് നയിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയാകുന്നു മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം വിടുവിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പൊ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ജനത്തെ വിമോചിപ്പിക്കുന്ന ദൈവിക സാന്നിധ്യത്തെയാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിലും ക്രൈസ്തവ ജനത വളരെയധികം അടിമത്വങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയമായും സാമൂഹികപരമായും പലവിധമായിരിക്കുന്ന അടിച്ചമർത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നവരാണ്. ഈ അടിമത്വങ്ങൾ നാം അനുഭവിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമായി നാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നാം അനുഭവിക്കുന്ന അടിമത്വങ്ങളിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ സത്യ ആരാധനയിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത് എന്ന വചനം നമുക്കിവിടെ ദൈവം നൽകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന അടിമത്വങ്ങൾ എന്തൊക്കെയാണ്? പലവിധമായിരിക്കുന്ന രോഗങ്ങൾ നമ്മെ അടിമകളാക്കി തീർത്തിരിക്കുന്നു. സാമൂഹികമായ രാഷ്ട്രീയമായ ചില മനോഭാവങ്ങൾ ഇന്ന് നമ്മെ അടിമത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാനുള്ളതായ തീവ്ര പരിശ്രമങ്ങളിൽ ആയിരിക്കുകയാണ്. ഈ നാളുകളിൽ നാം ഉണർന്ന് ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും നമ്മെ അടിമത്വത്തിലാക്കുന്നതായ ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നാം ആരാധിച്ച് അനുഗ്രഹീതമായ ഒരു സത്യ ആരാധനയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് വിമോചനം സാധ്യമാകുന്നത്. ഇന്ന് പലപ്പോഴും നാം നിരാശപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ഒരു മതബഹുല സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ പലവിധമായിരിക്കുന്ന പുതിയ പുതിയ അടിമത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നാം നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ആരാധന സമൂഹമായി നാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ അവർ അനുഭവിച്ചതായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ആരാധനയിലൂടെ ശക്തി പ്രാപിച്ച് വിമോചനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു വന്നതുപോലെ ഈ നാടുകളിലും നാം ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുവെങ്കിൽ നമ്മുടെ അടിമത്വങ്ങളുടെ ബന്ധനങ്ങൾ അകറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിന് നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇസ്രായേൽ ജനം അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ദൈവം അവരോടുകൂടെ ഇരുന്ന് അവരെ നയിച്ചു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മോട് കൂടെ നിന്ന് നയിക്കുന്നതായ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കുക, ആ ദൈവസന്നിധിയിൽ ശരണപ്പെടുക, ആ ദൈവത്തിൽ നിലവിളിക്കുക. നിലവിളി കേൾക്കുന്ന ദൈവം, കഷ്ടതകൾ കാണുന്ന ഒരു ദൈവം ഇസ്രായേൽ ജനത്തിന് വിടുതൽ നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ നൽകുവാൻ ശക്തനായ ദൈവമാണ്.
രണ്ടാമത്തെ ചിന്ത, തിന്മ ശക്തികളിൽ നിന്നും ആരാധന നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പലവിധമായിരിക്കുന്ന തിന്മ ശക്തികൾ നമ്മുടെ ജീവിതത്തെ അടിമത്തത്തിലേക്ക് നയിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിലൂടെ നമുക്ക് വായിക്കുവാനായി ചിന്തിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ഒരു ശബ്ബത്തിൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഒരു ആരാധനയുടെ പശ്ചാത്തലം തന്നെയാണ്. ഈ ആരാധനയിൽ കടന്നു വന്ന ജനസമൂഹത്തിൽ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു കൂനിയായ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അവളെ അടുക്കെ വിളിച്ചു, അവളുടെ മേൽ കൈവച്ചു, അവളുടെ രോഗാത്മാവിനെ അവളിൽ നിന്ന് പുറത്താക്കി അവൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്. ഇവിടെ 18 വർഷമായി തിന്മ ശക്തിയുടെ ബന്ധനത്തിലായിരുന്ന ഒരു സ്ത്രീ, ജീവിത ഭാരത്തിൽ കൂനിപ്പോയവൾ, ഒന്ന് സ്വയമായി നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാതെ ആരാധനാ സമൂഹത്തിന്റെ ഒരു ഭാഗമായി ദൈവാലയത്തിൽ നിൽക്കുകയാണ്. പലരും അവളെ കണ്ടില്ല എന്ന് നടിച്ചു. അന്നത്തെ ആരാധനാ സമൂഹം അവളെ കണ്ടു എങ്കിലും കണ്ടില്ല എന്ന് നടിച്ചു. പള്ളിപ്രമാണിയും അത് തന്നെ ചെയ്തു. സഭയിലെ മൂപ്പന്മാരും അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ എല്ലാവരും അവഗണിക്കപ്പെട്ടതായ ഈ ബന്ധനത്തിലായ ഈ സ്ത്രീയെ യേശു കണ്ടു, അവൾക്ക് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ പള്ളിപ്രമാണി ഇതുകൊണ്ട് നീരസപ്പെട്ടു. പള്ളിപ്രമാണി പറയുന്നത് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അപ്പോൾ ഈ വിശുദ്ധ ദിവസത്തിൽ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടെ യേശു പറയുന്ന പ്രത്യുത്തരം അവരോട്, അത് കപടഭക്തിക്കാരെ എന്നുള്ളതായ ഒരു ചിന്തയാണ്. ഇന്ന് പലപ്പോഴും ആരാധന സമൂഹം കപടഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കപടഭക്തിക്കാരെ, നിങ്ങളുടെ കാളയെയോ കഴുതയെയോ ശബ്ബത്ത് ദിവസം നിങ്ങൾ അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? പിന്നെ സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന ഈ സ്ത്രീക്ക് ഈ ആരാധനയിൽ വിടുതൽ നൽകിയതിന് എന്താണ് കുഴപ്പം? അപ്പോൾ ആരാധന എന്ന് പറയുന്നത് വിടുതലിന്റെ ഒരു അനുഭവമാണ്. ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും ജനനം മുതൽ ഇന്ന് വരെ ദൈവത്തെ ആരാധിച്ചിട്ടും തങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ഈ ബന്ധനങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, സത്യ ആരാധന എന്ന് പറയുന്നത്, ആരാധനയിലൂടെ നീ വാസ്തവമായി ദൈവത്തെ ദർശിക്കുമ്പോൾ ദൈവം നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്ക് മദ്യപാനം, ചിലർക്ക് അവിശ്വസ്തതകൾ, ചിലർക്ക് ധനം സമ്പാദിക്കുവാനുള്ള വ്യഗ്രത, ചിലർക്ക് സ്വാർത്ഥ മോഹങ്ങൾ. ഇപ്രകാരമുള്ള ബന്ധനങ്ങൾ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ ബന്ധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് സത്യ ആരാധനയിലേക്ക്, നമ്മെ വിമോചിപ്പിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ആരാധന മധ്യേ തിന്മ ശക്തികളുടെ മേൽ വിടുതൽ പ്രാപിക്കുന്ന ആരാധന സമൂഹത്തെയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ ചിന്ത, സത്യ ആരാധന ഒരു നവമാനവികതയിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ജനം എന്നും ഒന്നതുപോലെ ആയിരിക്കുന്നുവോ? ആരാധനയിലൂടെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും ദിനംതോറും നമ്മെ പുതുക്കുന്ന ഒരു നവമാനവികതയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്നുവോ? പ്രിയമുള്ളവരെ, നാം വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മിൽ പലരും നോമ്പാചരിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുവോ? ആരാധനകളിൽ നാം ജനിച്ച നാൾ മുതൽ ഇന്നയോളം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമാണ്.
ആരാധനയിലൂടെ നമ്മെ ദിനംതോറും പുതുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? യെശയ്യാ പ്രവാചകൻ ആരാധനയ്ക്കായി ദൈവാലയത്തിലേക്ക് കയറി ചെന്നപ്പോൾ ദൈവത്തെ ദർശിച്ചു. ആ ദർശനം തൻ്റെ കുറവുകളിലേക്ക് തൻ്റെ ഹൃദയത്തെ നയിക്കുകയാണ്. ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ഒരു നവമാനവികതയിലേക്ക് പ്രവേശിക്കുന്ന യെശയ്യാവിൻ്റെ ജീവിതം നമുക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നാം ആരാധനകളിലൂടെ എത്രത്തോളം നമ്മെ തന്നെ നവീകരിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഹോദരനോടുള്ള നമ്മുടെ മനോഭാവങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞുവോ? നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ തന്നെ നയിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ടോ? ആരാധനകളിലൂടെ ഹൃദയനുറക്കത്തോടും ആത്മഭാരത്തോടും കൂടെ ഈ കർത്താവായ യേശുവിനെ നമുക്ക് സമീപിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇത് പലപ്പോഴും നമ്മുടെ ആരാധനകളൊക്കെ നിർജീവമായി പോകുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നവീകരണം നമ്മളില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം പാഠമായി വായിച്ച ലേഖന ഭാഗത്തിൽ അന്ധവിശ്വാസങ്ങൾ ശക്തി പ്രാപിച്ചിരുന്ന ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസും ശീലാസും കടന്നു പോകുകയാണ്. അവിടെ കടന്നുപോയപ്പോൾ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് കരുതി ഗോപുരത്തിന് പുറത്തേക്ക് അവർ കടന്നുപോയി. അവർ ചുറ്റിത്തിരിഞ്ഞ് ഒരു പുഴയുടെ അരികിൽ അവരിരുന്നപ്പോൾ അനേകർ അവരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവവചനം കേട്ടു. പലരും മാനസാന്തരപ്പെട്ടു. രക്താംബരം വെറ്റുകൊണ്ടിരുന്ന ലുദിയയും കുടുംബവും സ്നാനം സ്വീകരിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു ബാല്യക്കാരത്തി വെളിച്ചപ്പാടിനാൽ തന്റെ യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന അത് വെളിച്ചപ്പാടിന്റെ പ്രവർത്തനങ്ങളിലായിരുന്നപ്പോൾ പൗലോസും ശീലാസും അവിടെ കടന്നു വന്ന് ഈ ബാല്യക്കാരത്തിയിലുള്ള വെളിച്ചപ്പാടിനെ ശാസിച്ച് അതിനെ പുറത്താക്കും. അവിടെ ആരാധനയിലൂടെ ഒരു നവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. വേണമെങ്കിൽ ഈ ബാല്യക്കാരത്തിയുടെ വെളിച്ചപ്പാടിന്റെ പ്രവർത്തനങ്ങളെയും ആരാധനയായി വിശേഷിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ പൗലോസും ശീലാസും ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു നവീകരണത്തിന്റെ നവമാനവികതയിലേക്ക് ജനത്തെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. പിന്നിൽ വരുന്നതായ കാരാഗ്രഹവാസവും തടവും നമുക്ക് എല്ലാവർക്കും ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അർദ്ധരാത്രിക്ക് ഒരു ഭൂകമ്പം പോലുള്ളതായ ഒന്ന് ആ ദേശത്തെ പിടിച്ചു വിലക്കി. അത് ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ പോലും ഇളകിപ്പോകുന്ന അനുഭവം. ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. കാരാഗ്രഹത്തിന്റെ എല്ലാ ഇരുമ്പ് വാതിലുകളും തുറക്കപ്പെടുകയാണ് ചെയ്തത്. അവിടെ കാരാഗ്രഹ പ്രമാണം നിലവിളിച്ചുകൊണ്ട് വരികയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ആരാധനയുടെ അനുഭവത്തിലൂടെ നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുവെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതായ ആ നിലവിളിക്ക് ഉത്തരമായിട്ട് പൗലോസും ശീലാസും പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ആരാധന നമ്മെ നയിക്കുന്നത് ആരാധനയിലൂടെ ഒരു നവ അനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരുമ്പോൾ നാം കർത്താവായ യേശുവിൽ അടിയുറച്ച ഒരു വിശ്വാസിയായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് രക്ഷ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും സത്യ ആരാധന രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മീയ അനുഭവങ്ങളാണ്. എന്നാൽ ഈ സത്യ ആരാധനയിലേക്ക്, നമ്മെ വിമോചിപ്പിക്കുന്ന ആരാധനകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? യെശയ്യാ പ്രവാചകൻ ആരാധനയിലൂടെ തൻ്റെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ദൈവത്തെ ദർശിക്കുവാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ആരാധനകളിലും നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ ദൈവത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും ആരാധനയുടെ ആ ഉന്നത ഭാവത്തെയും നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ആ ആരാധനയിലൂടെ ഒരു നവസമൂഹമായി മാറ്റപ്പെടുന്ന സത്യ ആരാധനയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.